വീട് പണിയുടെ അവസാന സ്റ്റേജിൽ പലരും ചെയ്യുന്ന ഒരു മണ്ടത്തരമുണ്ട്. അവസാന സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഫിനാൻഷ്യലി അത്ര സ്റ്റേബിൾ ഒന്നും ആവില്ല ആരും. സോ എല്ലാവരും ചെന്ന് വില കുറഞ്ഞ പ്ലൈവുഡുകളൊക്കെ ഉപയോഗിച്ച് ഇൻറ്റീരിയർ ചെയ്യും. അങ്ങനെ ചെയ്യുമ്പോൾ സംഭവിക്കുന്ന ഒരു കാര്യം ഞാൻ തെളിവ് സഹിതം പറയാം കേട്ടോ. ഞാൻ വീട്ടിൽ ചെയ്ത കാര്യമല്ല പറയുന്നത്. ഓഫീസിൽ ഒരു 8 വർഷം മുമ്പ് ഒരു 3500 രൂപ റേറ്റിൽ ഒരു പ്ലൈവുഡ് മേടിച്ച് ഒരു ടേബിൾ ഉണ്ടാക്കി. അത്യാവശ്യം തിരക്കില്ലാത്ത പ്ലൈവുഡ് കേട്ടോ. അതിനുശേഷം ഒരു 2-3 വർഷത്തിന് ശേഷം അതൊന്ന് എക്സ്റ്റെൻഡ് ചെയ്യാന്ന് വെച്ചിട്ട് ഒരു 1500 രൂപ മാത്രം വിലയുള്ള ഒരു പ്ലൈവുഡ് വെച്ചിട്ട് ഒരു ആശാരിനെ വെച്ചിട്ട് ഞങ്ങളൊരു പീസ് കൂടെ എക്സ്റ്റെൻഡ് ചെയ്തു. ഇപ്പോൾ ഓഫീസിൻ്റെ റെനോവേഷനായിട്ട് ഞങ്ങൾ എന്ത് ചെയ്തു, ആ ടേബിളൊക്കെ ഒന്ന് എടുത്ത് പൊക്കി നോക്കുമ്പോൾ ആ സൈഡ് നുരുമ്പി പോയിട്ടുണ്ട്. അതായത് ഞങ്ങൾ ചിലരൊക്കെ കണ്ടിരുന്നു, അതായത് ഉറവൻ വീഴാന്നില്ലേ, അങ്ങനത്തെ ഒരു പരിപാടിയൊക്കെ അതിനകത്ത് ഉണ്ടായിരുന്നു കേട്ടോ. ജസ്റ്റ് ഇങ്ങനെ തൊട്ട് കഴിഞ്ഞാൽ പൊളിഞ്ഞു വരുന്ന രീതിയിലാണ് ആ ഒരു പ്ലൈവുഡ് ഉള്ളത്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, നമ്മളൊരു വില കുറഞ്ഞ പ്ലൈവുഡ് ഉപയോഗിച്ച് നമ്മളെ വീട്ടിൽ ഒരു ടി വി യൂണിറ്റൊക്കെ ഉണ്ടാക്കി ഒരു 3-4 വർഷത്തിന് ശേഷം ഈ ഒരു രീതിയിലാവുമ്പോൾ ഉള്ള മാനസികാവസ്ഥ എന്തായിരിക്കും? ലക്ഷങ്ങൾ ചിലവാക്കിയിട്ടായിരിക്കും നമ്മൾ വീട് വെക്കുന്നുണ്ടാവുക. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഹൗസ് വാമിംഗ് ഒരു 3 വർഷം 3 മാസമോ അല്ലെങ്കിൽ ഒരു 4 മാസമൊക്കെ ഒന്ന് നീട്ടിയിട്ട് കുറച്ച് ഫിനാൻഷ്യലി ഒക്കെ ഒന്നും കൂടി ഒന്ന് സ്റ്റേബിൾ ആവുന്ന ഒരു സമയത്ത് ടി വി യൂണിറ്റ് പോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക, വാർഡ്രോബ് പോലുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നാണ് എനിക്ക് പറയാനുള്ളത് കേട്ടോ. അതല്ലെങ്കിൽ ഇതായിരിക്കും അവസ്ഥ. അപ്പം ഞങ്ങൾ എന്ത് ചെയ്തു അറിയാം, ആ സൈഡൊക്കെ പൊട്ടിച്ച് കണ്ടിട്ട് ആ ടേബിൾ അടിപൊളിയാക്കി കിട്ടും. അതായത് 8 വർഷം പഴക്കമുള്ള ഒരു പ്ലൈവുഡാന്ന് ഓർക്കണം, അടിപൊളിയാക്കി പെയിൻ്റൊക്കെ അടിച്ച് വൃത്തിയാക്കിയിട്ട് ഒരു ടേബിളാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളോ നിങ്ങളുടെ സുഹൃത്തുക്കളോ ആരെങ്കിലുമൊക്കെ വീട് പണിയുടെ ഒരു അവസാന സ്റ്റേജിലാണെങ്കിൽ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കും. നല്ല ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റ് വെച്ചിട്ട് തന്നെ ഇൻറ്റീരിയർ ചെയ്യാനായിട്ട് അവരോട് പറയുക. ഫിനാൻഷ്യലി സ്റ്റേബിൾ ആവില്ല എന്ന ഒറ്റ കാരണം കൊണ്ടാട്ടോ ഇത് ചെയ്യുന്നത്, അല്ലാതെ ആരും ഒരു പിശുക്കിയിട്ടൊന്നും ആവില്ല. പക്ഷേ അതിന് വലിയൊരു വില നൽകേണ്ടി വരും എന്നുള്ളതാണ് വാസ്തവം. മറ്റൊരു വീഡിയോയിൽ കാണാം.